ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലോഡീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പാടും പാതിരി ദേവഗായകൻ പ്രിയ ബഹുമാനപ്പെട്ട പോൾ പൂവത്തിങ്കളച്ചനാണ്. ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെ അച്ഛൻ്റെ വിശേഷങ്ങൾ, അച്ഛൻ്റെ സുന്ദരമായ ഗാനങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഒത്തിരി വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലെ വോക്കോളജി പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒത്തിരി പേർക്ക്, പ്രത്യേകിച്ച് ശബ്ദവുമായിട്ട് ഗായകരായിക്കോട്ടെ, ശബ്ദം ഉപയോഗിക്കുന്ന ഒത്തിരി പേർക്ക് അങ്ങനത്തെ ഒരു ക്രൈസിസ് വന്നപ്പോൾ, ശബ്ദത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ അച്ഛൻ്റെ തെറാപ്പിയിലൂടെ ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ പോലും ചികിത്സിച്ച കരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. അച്ഛൻ്റെ സുന്ദരമായൊരു ഗാനത്തിലൂടെ ആകട്ടെ ഈ എപ്പിസോഡ് ആരംഭിക്കുക. ദൈവമേ, നിൻ സ്നേഹം എത്ര സുന്ദരം. ദൈവമേ, നിൻ ദാനം എത്ര മോഹനം. എൻ ദുഃഖവേളകളിൽ നീ മാത്രമാശ്രയം. നിന്നെ കൂടാതൊന്നുമില്ലേ ജീവിതത്തിലൻ ദൈവമേ, നിൻ സ്നേഹം എത്ര സുന്ദരം. ദൈവമേ, നിൻ ദാനം എത്ര മോഹനം. എൻ ദുഃഖവേളകളിൽ നീ മാത്രമാശ്രയം. നിന്നെ കൂടാതൊന്നുമില്ലേ ജീവിതത്തിലൻ നിന്നെയൊന്നു കാണുവാനായി കാത്തു കാത്തു ഞാനിരുന്നു. നിന്നെയൊന്നു കേൾക്കുവാനായി കാതോർത്തു ഞാനിരുന്നു. നിന്നെയൊന്നു കാണുവാനായി കാത്തു കാത്തു ഞാനിരുന്നു. നിന്നെയൊന്നു കേൾക്കുവാനായി കാതോർത്തു ഞാനിരുന്നു. എന്നിട്ടും നീ എന്തേ വന്നില്ലല്ലോ. ഇണക്കമാണോ നിനക്ക്, പിണക്കമാണോ എൻ്റെ പൊന്നു തമ്പുരാനേ? ചൊല്ലുകില്ലേ ചൊല്ലുകില്ലേ
നിൻ വഴി ഞാൻ മറന്നു, ദൂരെ ദൂരെ ഞാൻ അലഞ്ഞു, നിൻ മൊഴി കേട്ടിടാതെ മെല്ലെ മെല്ലെ ഞാൻ അലഞ്ഞു, നിൻ വഴി ഞാൻ മറന്നു, ദൂരെ ദൂരെ ഞാൻ അലഞ്ഞു, നിൻ മൊഴി കേട്ടിടാതെ മെല്ലെ മെല്ലെ ഞാൻ അലഞ്ഞു, എന്നിട്ടും നീ എനിക്ക് സ്നേഹചുംബനം തന്നല്ലോ നാഥ, നീ സ്നേഹചുംബനം എൻ്റെ നല്ല തമ്പുരാനെ ക്ഷമിക്കുകില്ലേ, ക്ഷമിക്കുകില്ലേ. ദൈവമേ നിൻ സ്നേഹം എത്ര സുന്ദരം, ദൈവമേ നിൻ ദാനം എത്ര മോഹനം, എൻ ദുഃഖവേളകളിൽ നീ മാത്രമാശ്രയം, നിന്നെ കൂടാതൊന്നുമില്ലീ ജീവിതത്തിലൻ, ജീവിതത്തിലൻ. പ്രിയപ്പെട്ട പോളച്ച, വളരെ വളരെ മനോഹരം. അച്ഛാ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ആ വോക്കോളജിയെ പറ്റിയൊക്കെ പറഞ്ഞ് എൻ്റെ ഹീലിങ്ങിനൊക്കെ പറ്റി പറയുമായിരുന്നു. നമുക്കതിൻ്റെ വിശേഷങ്ങൾ കൂടുതലൊന്ന് അറിയാം. വോക്കോളജി ഞാൻ തുടങ്ങിയിട്ട് ഒരിക്കൽ ദാസേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കണ്ടായി. പെണ്ണിൻ്റെ ശബ്ദം മാറ്റിക്കൊടുത്തു. അദ്ദേഹം ഇപ്പോൾ പാല സെൻറ് തോമസ് കോളേജിൽ എനിക്ക് തോന്നുന്നു ലെക്ചറാണ് പുള്ളി. അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ദുബായിലുള്ള ഒരു സുഹൃത്ത് റോജിൻ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം വഴിയായിട്ടാണ് ചാണ്ടി ഉമ്മൻ അറിയുന്നത്, ഞാനിങ്ങനെ ശബ്ദ ചികിത്സ ചെയ്യുന്ന ഒരു അച്ഛനാണെന്ന്. ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, അച്ചോ പെട്ടെന്ന് വരണം, അപ്പയ്ക്ക് ശബ്ദത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അച്ഛൻ എങ്ങനെ ആൾക്കാരെ സുഖപ്പെടുത്തുന്നു ഞാൻ അറിഞ്ഞു, അപ്പോൾ പെട്ടെന്ന് വന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് തിരുവനന്തപുരത്തേക്ക് ചെന്നു, അവരുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് അപ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനാണ്, ഉറക്കമൊക്കെ ശരിക്കും നമുക്കറിയാമല്ലോ. അദ്ദേഹം കുറച്ച് അപ്പോൾ ഞാൻ 2-3 എക്സസൈസ് പഠിപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇയാൾ ഉറക്കം തൂങ്ങി തുടങ്ങി, ആൾക്ക് അങ്ങനെ ക്ഷീണം കൊണ്ട്. അപ്പോൾ പിന്നെ ആൾക്ക് റെസ്റ്റ് കൊടുത്തു, കുറച്ച് ഉറങ്ങിയിട്ട് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഞങ്ങളൊരു ഫുൾ സെഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസ് നന്നായി, വോളിയം വന്നു, വളരെ ഹാപ്പിയായി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ എല്ലാ ദിവസവും ഈ എക്സസൈസ് ചെയ്യണം. അത് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം ആൾ ഒത്തിരി ബിസി ആയിട്ടുള്ള മനുഷ്യനാണ്, നമുക്കറിയാലോ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഈ നിയമസഭയിൽ 50 വർഷം പൂർത്തിയാകുന്ന സമയം. അപ്പോൾ വീണ്ടും ശബ്ദത്തിന് ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ അന്ന് കൊറോണ സമയമാണ്. അപ്പോൾ അന്ന് എന്നോട് ചെല്ലാൻ പറഞ്ഞ് ഞാൻ പുതുപ്പള്ളിയിൽ ഇവരുടെ പള്ളിയിൽ അതിരാവിലെ ചെന്നു. അത് കഴിഞ്ഞ് അവിടെ ഇടവക്കാർ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കുന്നത്, ബിഷപ്പൊക്കെ വന്നിട്ട്. പക്ഷേ ഇതിന് തീരെ ശബ്ദമില്ലായിരുന്നു, വളരെ വീക്ക് വോയിസാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് 4 മണിക്ക് ഈ മാമൻ മാപ്പിള ഹാളിൽ കോട്ടയത്ത് സർവകക്ഷി അനുമോദന യോഗമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ മറുപടി പറയണമല്ലോ. അപ്പോൾ ചാണ്ടിയമ്മനോട് പറഞ്ഞു, അച്ചോ എങ്ങനെയെങ്കിലും ഈ ശബ്ദം ശരിയാക്കണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു ഉച്ച സമയം ഇപ്പോൾ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ അവർ താമസിക്കുന്നതും റെസ്റ്റ് ചെയ്യുന്നതൊക്കെ അവിടേക്ക് വിളിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ എക്സസൈസ് വീണ്ടും അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്, എന്നാലും നമ്മളൊന്നും കൂടി അതൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ശബ്ദം വീണ്ടും ശക്തി പ്രാപിച്ചു. ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ആൾ മറുപടി പറഞ്ഞത് എനിക്ക് ചാണ്ടിയുമ്മൻ വീഡിയോ ഒക്കെ അയച്ചു തന്നിരുന്നു. അതിന് മണി പോലെയുള്ള ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അന്ന് ഈവനിങ്ങിലൊക്കെ എന്നെ വിളിച്ച് നന്ദി പറയലൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് തൃശ്ശൂർ നമ്മുടെ വോക്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ചേതന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോക്കോളജി. അപ്പോൾ അദ്ദേഹത്തിന് തൃശ്ശൂർ വരേണ്ട വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ നാഷണൽ വർക്ക്ഷോപ്പ് നടക്കുന്ന ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നു അവിടെ.
വന്നിട്ട് ആദ്യം എൻ്റെ ഓഫീസ് റൂമിൽ കയറി വന്ന് അവിടെ ഇരുന്നു. അച്ഛൻ ആ എക്സസൈസൊക്കെ എനിക്കൊന്നും പറഞ്ഞു തരാം, ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ 1 by 1 ആയിട്ട് എല്ലാ വോയിസ് എക്സസൈസും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്, എൻ്റെ ഭാര്യ മറിയാമ്മ ഈ ഫോണിലുണ്ട്, അവളോടൊന്ന് പറയണം അച്ഛൻ്റെ മുമ്പിൽ ഞാൻ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ തന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര എന്നെ സ്പർശിച്ചു. അദ്ദേഹം എത്രയോ ആത്മാർത്ഥമുള്ള ഒരു വ്യക്തിയാണ്. വളരെ വിനീതനായിട്ട് അവിടെ വന്ന് ഇരുന്ന് അതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് തൻ്റെ പ്രിയതമയെ അറിയിക്കുകയും അങ്ങനെ ആ ഒരു വളരെ വിശ്വസ്തതയുള്ള ഒരു പെരുമാറ്റ ശൈലി, എത്രയോ എളിമ, എത്രയോ വിശ്വസ്തത, അതൊക്കെ എന്നെ വളരെ സ്പർശിച്ച ഒരു കാര്യങ്ങളാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ ശബ്ദപ്രശ്നം ഗുരുതരമാകുകയും അല്ലെങ്കിൽ ക്യാൻസറസ് ആവുകയും അദ്ദേഹം മരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖവും വിഷമമൊക്കെ തോന്നി. വളരെ ഹൃദ്യമായ അനുഭവങ്ങൾ. നമുക്കിനി ഒരു ഗാനം കേൾക്കാം. അതിനുശേഷം അച്ഛൻ്റെ ഒരു സ്വപ്ന പദ്ധതിയുണ്ട്, ഗാനാശ്രമം. ആ വിശേഷങ്ങളിലൂടെ നമുക്കറിയാനുണ്ട്. സ്റ്റേ ട്യൂൺ. പാട്ടുകളേറെ പാടിയ മണിവീണ പാഴ്വീണയായി മാറുമോ? പാഴ്മുളം കണ്ടിലും പൊൻശ്രുതി മീട്ടുന്ന പാവന തുമുഖം പ്രണമിച്ചിടാം. ശ്രീയേശുനാഥനെ പ്രകീർത്തിച്ചിടാം. പാട്ടുകളേറെ പാടിയ മണിവീണ പാഴ്വീണയായി മാറുമോ? പാഴ്മുളം തണ്ടിലും പൊൻശ്രുതി മീട്ടുന്ന പാവന തുമുഖം പ്രണമിച്ചിടാം. ശ്രീയേശുനാഥനെ പ്രകീർത്തിച്ചിടാം. പാട്ടുകളേറെ പാടിയ മണിവീണ പാഴ്വീണയായി മാറുമോ? പാട്ടുകളെത്ര പാടിയാലും ദേവാ ദേവാ ദേവാ. പാട്ടുകളെത്ര പാടിയാലും ദേവാ പാദാരവിന്ദങ്ങൾ ഉണരാതെ. പാട്ടുകളെത്ര പാടിയാലും ദേവാ പാദാരവിന്ദങ്ങൾ ഉണരാതെ. പാടുന്ന ഗീതികൾ തവ പാദം പുൽകുമോ? മനഃശാന്തി നൽകുവാൻ കഴിയാതെ. പാടുന്ന ഗീതികൾ തവ പാദം പുൽകുമോ? മനഃശാന്തി നൽകുവാൻ കഴിയാതെ കഴിയാതെ. പാട്ടുകളേറെ പാടിയ മണിവീണ പാഴ്വീണയായി മാറുമോ?
കീർത്തനമെത്ര ഭജിച്ചാലും ദേവാ 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 കീർത്തനമെത്ര ഭജിച്ചാലും ദേവാ തിരുമുഖകാന്തി നുകരാതെ കീർത്തനമെത്ര ഭജിച്ചാലും ദേവാ തിരുമുഖകാന്തി നുകരാതെ ഉയരുന്ന തന്ത്രികൾ തവനാദം പുൽകുമോ സ്വരദീപമേകുവാൻ അറിയാതെ ഉയരുന്ന തന്ത്രികൾ തവനാദം പുൽകുമോ സ്വരദീപമേകുവാൻ അറിയാതെ അറിയാതെ പാട്ടുകളേറെ പാടിയ മണിവീണ പഴ്വീണയായി മാറുമോ പാഴ്മുളം തണ്ടിലും പൊൻശ്രുതി മീട്ടുന്ന പാവന തുമുഖം പ്രണമിച്ചിടാം ശ്രീയേശുനാഥനെ പ്രകീർത്തിച്ചിടാം പാട്ടുകളേറെ പാടിയ മണിവീണ പഴ്വീണയായി മാറുമോ പാഴ്മുളം തണ്ടിലും പൊൻശ്രുതി മീട്ടുന്ന പാവന തുമുഖം പ്രണമിച്ചിടാം ശ്രീയേശുനാഥനെ പ്രകീർത്തിച്ചിടാം പാട്ടുകളേറെ പാടിയ മണിവീണ പഴ്വീണയായി മാറുമോ സ്വർഗീയ സുന്ദരമായൊരു ഗാനം. അച്ഛൻ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ഒരു സ്വപ്ന പദ്ധതിയുണ്ട്, ഈ നാടുകളിലൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു പദ്ധതി അല്ലേ, ഗാനാശ്രമം. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നമ്മളോട് എല്ലാവരോടും ഒന്ന് പങ്കുവെച്ചാൽ. തീർച്ചയായിട്ടും വിപിനച്ചൻ, ഞാനൊരു സംഗീത ഒരു താപസനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് കുറേ കാലം 32 കൊല്ലം ഈ സംഗീത താപസം ഇങ്ങനെ ആരംഭിച്ചിട്ട്. അപ്പോൾ അതിന് ഇനി അതിൻ്റെ അടുത്തൊരു പുഷ്പീകരണം നടക്കേണ്ടത് ഒരു ഗാന ആശ്രമം, അല്ലെങ്കിൽ അവിടെ പൂർണ്ണമായിട്ടൊരു സംഗീത തപസ്സിൽ ചെല്ലുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഈ ഗാനാശ്രമത്തിലൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് സംഗീതത്തിന് വളരെ എന്താ പറയുക സൗഖ്യദായകമായിട്ടുള്ള ഊർജം നിറച്ചുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ദൈവം മനുഷ്യൻ നൽകിയുള്ള ഒരു ദിവ്യമായിട്ടുള്ള ഔഷധമാണ് സംഗീതം. അപ്പോൾ എന്താണെങ്കിലും മനുഷ്യൻ്റെ ജീവിതം വളരെ സങ്കീർണമായിരിക്കുന്നു, ഒരുപാട് സ്ട്രെസ്ഫുൾ ലൈഫാണ്, കുട്ടികൾക്കടക്കം. അപ്പോൾ ഈ ഡീസ്ട്രെസ്സിങ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന നെഗറ്റീവ് എനർജി, നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ 2 തരം എനർജിയാണ്, പോസിറ്റീവ് എനർജി, നെഗറ്റീവ്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയാണ് ആളുകളെ കൂടുതൽ ശല്യപ്പെടുന്നതും അസ്വസ്ഥരാക്കുന്നതും വഴിതെറ്റിക്കുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജീനെ പുറത്തേക്ക് കളയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മ്യൂസിക് മെഡിറ്റേഷൻ അതെല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. കാരണം സംഗീതത്തിൻ്റെ ആ ഒരു വലിയ ശക്തി അത് ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് സമാധാനം, സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ ഇന്നർ ഹാർമണി എന്നൊക്കെ പറയും, അത് കൊടുക്കാനുള്ള ഒരു മ്യൂസിക് ഫീൽഡ് ക്യാമ്പസാണ് ഈ പറഞ്ഞ ഗാനാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ആളുകൾക്ക് വരാം, ഒരാഴ്ച താമസിക്കാം, വീക്കെൻഡിൽ താമസിക്കാം, 1 മാസം താമസിക്കാം. സംഗീതത്തിലൂടെ സമാധാനം, സന്തോഷം. വർക്കുകളൊക്കെ തുടങ്ങിയോ അതിൻ്റെ? അത് നമ്മൾ അതിൻ്റെ ഒരു സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് നമ്മൾ ഏകദേശം അടുത്തെത്തി നിൽക്കുകയാണ്. പിന്നെ ഇത് ഒരു ജനങ്ങളുടെ ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആളുകളുടെ എല്ലാവരുടെ ഒരു പങ്കാളിത്തം, സഹകരണമില്ലാതെ ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെയല്ല, ഇവിടെ നമ്മൾ 5 ആലയങ്ങളായിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. ഒന്ന് ധ്യാനാലയം, അപ്പോൾ അവിടെയാണ്
മെഡിറ്റേഷൻ നടക്കുന്നത്. രണ്ടാമത് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ യൂണിവേഴ്സൽ തീം സ്നേഹം, കരുണ, സത്യം, സമാധാനം, ഇങ്ങനെ ഒരുപാട് തീംസ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള തീംസ് എടുക്കുമ്പോൾ എല്ലാവരെയും നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും, എല്ലാ തരം ആൾക്കാരെയും. പിന്നെ രണ്ടാമത്തെ ഒരു ആലയമാണ് സംഗീതാലയം. അവിടെ മ്യൂസിക് തെറപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്, സംഗീത ചികിത്സ. അതിലേറ്റവും പ്രധാനമായിട്ട് ഞാനിപ്പോൾ ചേതനയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി എന്ന് പറയും, മസ്തിഷ്ക സംഗീത ചികിത്സ. ഇന്ന് ലോകത്തിലെ സംഗീത ചികിത്സയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ്. ഒരുപക്ഷെ നമ്മൾ തൃശ്ശൂരാണ് ആദ്യമായിട്ട് ഇതിൻ്റെ കുറച്ച് പരീക്ഷണങ്ങൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ നമ്മുടെ ഈ വോക്കോളജി, ശബ്ദ ചികിത്സ. ശബ്ദ പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു ആശ്രയം, ഒരു തണൽ ആകണം ഗാനാശ്രമം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. പിന്നെ കലാലയം, പിന്നെ യോഗാലയം. യോഗ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ബ്രീത്തിങ് ടെക്നിക്സാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വായുബലം ആളുകൾക്ക് കൂട്ടാനും അതിലൂടെ അവർക്ക് സൗഖ്യം കൊടുക്കാനുള്ളൊരു ശ്രമം. പിന്നെ നമ്മൾ ചെയ്യുന്നത് കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടി ഒരു ഓഡിയോ വിഷ്വൽ മെഡിറ്റേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞൊരു ഒരു പദ്ധതിയുണ്ട്. വെച്ചാൽ ഇന്ന് കുട്ടികൾക്കും യുവാക്കൾക്കും കൂടി ഒരുപാട് സ്ട്രെസ്സാണ്. അപ്പോൾ അവരെ ഇങ്ങനെ വിഷ്വലായിട്ടുള്ള, ഇപ്പം സാധാരണ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഓഡിയോ ലെവലിൽ മാത്രം നിൽക്കുള്ളൂ. പക്ഷേ കുട്ടികൾക്കും ചെറുപ്പക്കാരും കുറച്ച് വിഷ്വൽ ഉണ്ടെങ്കിൽ അതാണ് ഓഡിയോ വിഷ്വൽ മെഡിറ്റേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവരെ നമ്മളവിടെ കൊണ്ടുവന്ന് ഒരു ദിവസം 2 ദിവസം താമസിച്ച് കഴിയുമ്പോൾ അവരുടെ ബോഡി മൈൻഡ് ഡീസ്ട്രെസ് ചെയ്യാണ്. അതുപോലെ ഒരുപാട് യൂണിവേഴ്സലായിട്ടുള്ള മൂല്യങ്ങൾ അവരുടെ മനസ്സിലേക്ക്, തലയിലേക്ക് നമ്മൾ കൊടുക്കുന്ന, അതുവഴിയായിട്ട് അവർക്ക് ഒരുപാട് നല്ല ഒരു ഡിറക്ഷൻ കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടി ഗാനാശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ സ്വപ്നമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശരിക്കൊരു വലിയ പ്രൊജക്റ്റ് തന്നെയാണ് അല്ലേ? അതിനുവേണ്ടി ഒത്തിരി പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു എല്ലാവരുടെയും ഒരു ജനപങ്കാളിത്തം തന്നെയുണ്ട്. ഇതൊരു സുന്ദരമായി തീരട്ടെ. കാരണം ഇതൊരു ഹീലിംഗ് സെൻ്ററാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അച്ഛൻ പറഞ്ഞ പോലെ മ്യൂസിക്കിന് ശരിക്കും പറയുകയാണെങ്കിൽ സൗഖ്യത്തിനുള്ള ഒരു കരമുണ്ട്. അച്ഛന് ദൈവം അത് ശരിക്കും അനുഗ്രഹിച്ച് തന്നിരിക്കുന്നതാണ് ഈ ഗാനാശ്രമം. അത് എല്ലാ രീതിയിലും ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും വിശ്വസിക്കുന്ന ഒരു ദൈവ പദ്ധതി തന്നെയാണ്. ഞാനൊക്കെ അതിൻ്റെ വെറും അതിൻ്റെ ഒരു നടത്തിപ്പുകാരനോ കാവൽക്കാരനോ ഒക്കെ ആവുന്നുള്ളൊരു തമ്പുരാൻ്റെ ഒരു പദ്ധതിയാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് ഭംഗിയാകട്ടെ അച്ഛാ. എല്ലാ ആശംസകളും പ്രത്യേകിച്ച് ശാലോം ടിവിയുടെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും നേരിയ. അടുത്തതായിട്ട് വിപിനച്ഛൻ്റെ കുഴമാണ്. അച്ഛൻ്റെ മധുരമായിട്ടുള്ള ആലാപനം കേൾക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈശോയേ, എൻ്റെ ഈശോയേ, നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നാഥനേ. ഈശോയേ, എൻ്റെ ഈശോയേ, നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നാഥനേ. എൻ്റെ സ്നേഹമായി, എൻ്റെ ജീവനായി എന്നിൽ വന്നു വാണിടു നാഥനേ. എൻ്റെ സ്നേഹമായി, എൻ്റെ ജീവനായി എന്നിൽ വന്നു വാണിടു നാഥനേ. ഈശോയേ, ആരാധന ആരാധന ആരാധന. എൻ്റെ നാവിലലിഞ്ഞിടും നിത്യസ്നേഹമേ, ത്യാഗമായി തീർന്നൊരു പുണ്യമേ. എൻ്റെ നാവിലലിഞ്ഞിടും നിത്യസ്നേഹമേ, ത്യാഗമായി തീർന്നൊരു പുണ്യമേ.
എന്നെ ഒരു നാളും പിരിയരുതൻ ദൈവമേ. ഈശോയേ ആരാധന ആരാധന ഹെവൻലി മെലോഡീസിൻ്റെ ഈ വേദി ശരിക്കും പറയുകയാണെങ്കിൽ അനുഗ്രഹപ്രദമായിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം പ്രിയ ബഹുമാനപ്പെട്ട പോൾ പൂവത്തിങ്കലച്ഛൻ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അച്ഛൻ CMI സഭയുടെ മാത്രമല്ല, കേരള സഭയുടെ മാത്രമല്ല, ആഗോള സഭയുടെ മൊത്തം സ്വന്തമായി നമ്മുടെ അച്ഛൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പോൾ അച്ഛൻ്റെ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അച്ഛൻ്റെ വിശേഷങ്ങളായിരുന്നു. അതെല്ലാം അനുഗ്രഹപ്രദമായിരുന്നു. അച്ഛൻ്റെ സംസാരത്തിലുള്ള ആ ഒരു ശാന്തത, ഗമഹത്ത്, ആ ഗ്രേസ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം എല്ലാം നമുക്ക് വളരെ ഹൃദ്യമായിരുന്നു. അച്ഛൻ്റെ ദാസേട്ടൻ്റെ പ്രിയപ്പെട്ട അരിമശിഷ്യൻ, അതിനൊക്കെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ വോക്കോളജി, ആ കാര്യങ്ങളൊക്കെ, അതിലൂടെ ഹീലിംഗ് അനുഭവങ്ങൾ, അത് അച്ഛൻ്റെ പുതിയ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഗാനാശ്രമം, അതിനൊക്കെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരിയാണ്. സുന്ദരമായൊരു എപ്പിസോഡായിരുന്നു. എല്ലാ രീതിയിലും അച്ഛനിലൂടെ ഇനിയും ദൈവജനത്തിന് പ്രത്യേകിച്ച് ഒത്തിരി പേര് ആ ഹീലിംഗ് ആവശ്യമായ, അച്ഛൻ്റെ കരങ്ങൾ ആവശ്യമായ ഒത്തിരി പേരുണ്ട്. അവരിനിയും തമ്പുരാൻ എൻ്റെ ഈശോ അച്ഛൻ്റെ കരങ്ങളിലൂടെ പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ശാലോം TVയുടെ പ്രത്യേകിച്ച് ഹെവൻലി മെലഡീസിൻ്റെ അണിയർ പ്രവർത്തകരുടെ ഒക്കെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുന്നു. താങ്ക് യു. പ്രിയമുള്ളവരെ, ഹെവൻലി മെലഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുകയാണ്. പുതിയ വിശേഷങ്ങളും പുതിയ ഗാനങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. ഹൃദയപൂർവ്വം നന്ദി. ദിവ്യസക്രാരിയിൽ വാഴും ദൈവമേ, എൻ്റെ ഹൃത്തിന്നൽ താരയിൽ വാണിടണേ. ദിവ്യസക്രാരിയിൽ വാഴും ദൈവമേ, എൻ്റെ ഹൃത്തിന്നൽ താരയിൽ വാണിടണേ. എൻ്റെ പാപത്തിൻ കറകളെല്ലാം കഴുകി നീ നിന്റെ മാറോടു ചേർക്കണേ. ഈശോയേ ഈശോയേ എൻ്റെ ഈശോയേ, നിന്നെ സ്നേഹിക്കുന്നു ഞാൻ.